Welcome, AEON'S Study Circle, Ministry Mission, PACE MESCO, Civil Service Prelims Mains, Indian History, Modern India. The first topic is the moderate phase. First topic is moderate phase. The moderate phase. The moderates were the one who dominated the affairs of Indian National Congress from 1885 to 1905. They were Indians but in reality British in taste, intellect, opinion and morality. They believe in patience, steadiness, conciliation and union. The leader of the first phase of the national movement were AEON'S, W.C. Banerjee, Surendranath Banerjee, Dadabhai Naoroji, Firoz Mehta, Karl Balakrishna Gokhale, Pandit Manmohan Malviya, Bahadur Taibji, Justice Ranald, G. Subramania Iyer, etc. They were called moderates because they appealed through petition, speech and articles loudly puffing loyalty to the British Raj. ഇപ്പം മോഡറേറ്റ് ഫേസ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു അടുത്തൊരു ഭാഗം അല്ലെങ്കിൽ മോഡറേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒരു 1857 കഴിഞ്ഞപ്പോൾ തൊട്ട് ഇന്ത്യ ഒരു ഡെമോക്രസി അല്ലെങ്കിൽ എന്താ പറയുക ഇൻഡിപെൻഡൻസ് കിട്ടാൻ വേണ്ടി ഉള്ള ഓരോരോ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വന്നു. അത് കഴിഞ്ഞിട്ടുള്ള ഫേസ് ആണ് മോഡറേറ്റ് ഫേസ്. അപ്പൊ ഈ ഫേസില് മോഡറേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് എല്ലാ ജനങ്ങളെയും ഒത്തുകൂടി യൂണിയനായിട്ട് നിർത്തി ബ്രിട്ടീഷുകാർക്കെതിരെയായ ഒരു
സമരമുഖങ്ങളും കൊണ്ട് അവരിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടി കുറേയധികം മോഡറേറ്റ് എന്ന് പറഞ്ഞാൽ മുൻപോട്ട് നിന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് മോഡറേറ്റ് ഫേസ്. അപ്പം ഇതിനു വേണ്ടി പ്രധാനമായിട്ട് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിന്റെ ഒരു തുടക്കം കുറിച്ചത് AEON'മാണ്. അതുപോലെ തന്നെ WC ബാനർജി, സുരേന്ദ്രനാഥ് ബാനർജി, ദാദാഭായ് നവറോജി, ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, പണ്ഡിറ്റ് മഹത്മോഹൻ മാളവിക, ബഹദൂർ സബ്ജി, ജസ്റ്റിസ് റണാഡെ, S. സുബ്രഹ്മണ്യ, അങ്ങനെ ഒരു പറ്റം മുന്നോട്ട് ലീഡർഷിപ്പ് വയ്ക്കാൻ വേണ്ടി എത്രയധികം ആളുകളാണ് വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ പ്രധാനമായിട്ടും മോഡറേറ്റ്സ്, ഇവരെ മോഡറേറ്റ്സ് എന്നാണ് വിളിച്ചത്. മോഡറേറ്റ്സ് വിളിക്കാൻ കാരണം എല്ലാവരെയും കൂടെ ഒത്തൊരുമിച്ച് നിർത്തി മറ്റുള്ളവരെ ചെറുത്ത് നിർത്തുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് മോഡറേറ്റ് ഫേസിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മേഖല. 1885 മുതൽ 1905 കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കാര്യങ്ങളിൽ ആധിപത്യം പുലർത്തിയത് മോഡറേറ്റുകളാണ്. അവർ ഇന്ത്യക്കാരായിരുന്നു. പക്ഷേ വാസ്തവത്തിൽ ബ്രിട്ടീഷുകാർക്ക് അഭിരുചി, ബുദ്ധി, അഭിപ്രായങ്ങൾ, ധാർമ്മികത എന്നിവയിൽ, ക്ഷമ, സ്ഥിരത, അനുരഞ്ജനം, ഐക്യം എന്നിവയിൽ അവർ വിശ്വസിച്ചു. ദേശീയ പ്രസ്ഥാനത്തിന്റെ ആദ്യഘട്ടങ്ങളിലെ നേതാവ് AEON, WC ബാനർജി, സുരേന്ദ്രനാഥ് ബാനർജി, ദാദാഭായ് നവറോജി, ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, പണ്ഡിറ്റ് മൻമോഹൻ മാളവിക, ബഹദൂർ സബ്ജി, ജസ്റ്റിസ് റണാഡെ ജി, ബ്രിട്ടീഷ് രാജ്, അങ്ങനെയുള്ള ഒരു രീതിയിലായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഡിമാൻഡ് ഓഫ് മോഡറേറ്റ്സ്. They play for the extension of legislative council that lead to popular control of administration, removal of restriction on freedom of the press and the speech, abolition of Arm Act, which branches the freedom of people, separation of judiciary from executive, supporters of democracy and nationalism, exploitative relation of British could be accepted. അപ്പൊ മോഡറേറ്റ്സിന്റെ ഡിമാൻഡുകൾ, അതായത് മോഡറേറ്റ്സ് ഇത്രയും നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ട പോലെ തന്നെ മോഡറേറ്റ്സ് പറഞ്ഞ ആളുകൾ അവരുടെ ഒരു ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അതൊരു പോപ്പുലർ കൺട്രോളിംഗ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആക്കി മാറ്റാൻ വേണ്ടി ഒരു കാര്യം നോക്കി. അതുപോലെ തന്നെ ഫ്രീഡം ഓഫ് പ്രസ് ആൻഡ് സ്പീച്ച് അല്ലെങ്കിൽ റിമൂവൽ, ഇതിനു മുന്നേ നമ്മുടെ പ്രസ് ആക്ടിൽ കണ്ട പോലെ തന്നെ പത്രമാധ്യമങ്ങളിലും അതുപോലെ തന്നെ നമ്മൾ പറയാനുള്ള കാര്യങ്ങളിലും റെസ്ട്രിക്ഷൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഡിമാൻഡ് അപ്ലൈ പറഞ്ഞു. അതുപോലെ തന്നെ ഫ്രീഡം ഓഫ് പീപ്പിളിന്റെ ആംസ് ആക്ട് ആയുധ നിയമത്തില് ഒരു അബോളിഷൻ കൊണ്ടുവരാൻ വേണ്ടി ഡിമാൻഡ് ചെയ്തു. അതുപോലെ തന്നെ ജുഡീഷ്യറി ഫ്രം ദ എക്സിക്യൂട്ടീവിൽ നിന്ന് ജുഡീഷ്യറി സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഡിമാൻഡ് കൊടുത്തു. അതുപോലെ തന്നെ നാഷണലിസം ആൻഡ് ഡെമോക്രസി സപ്പോർട്ടർ ആയിട്ടുള്ളൊരു രീതി ഡിമാൻഡ് ചെയ്തു. അതുപോലെ തന്നെ ബ്രിട്ടീഷിലെ ഒരു എക്സ്പ്ലോയിറ്റ് ചെയ്ത് കൂടുതലായിട്ട് അവര് വളരെ മോശമായ രീതിയിൽ എല്ലാ കാര്യങ്ങളെയും അത് കളയാതെ തന്നെ അവർക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി ഒരു കാര്യവും ഡിമാൻഡ് ചെയ്തു. ഇതാണ് നമ്മുടെ മോഡറേറ്റ്സുകൾ ഡിമാൻഡായിട്ട് കണക്കാക്കുന്നത്. ഭരണനിർവഹണത്തിന്റെ ജനകീയ നിയന്ത്രണത്തിലേക്ക് നയിക്കുന്ന നിയമനിർമ്മാണ സമിതിയുടെ വിപുലീകരണത്തിനായി അവർ അഭ്യർത്ഥിക്കുന്നു. മാധ്യമ സ്വാതന്ത്ര്യത്തിനും സംസാരത്തിനുമുള്ള നിയന്ത്രണം നീക്കം ചെയ്യൽ, ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ലംഘിക്കുന്ന ആയുധ നിയമം നിർത്തലാക്കൽ, എക്സിക്യൂട്ടീവിൽ നിന്ന് ജുഡീഷ്യറിയെ വേർതിരിക്കുക, ജനാധിപത്യത്തിന്റെയും ദേശീയതയുടെയും പിന്തുണക്കാരൻ, ബ്രിട്ടീഷുകാരുടെ ചൂഷണപരമായ ബന്ധം ഇല്ലായ്മ ചെയ്യുക. Achievement of moderates. They represented the most aggressive forces of the time, which transformed the Indian political nation. They succeed to burn the flame of political awareness and leadership among the lower middle class and intellectual. They spread the idea of democracy and civil liberty. They sowed the seed of nationalism and laid the foundation of national movement. ഇതിന്റെ ഫലമായിട്ട് മോഡറേറ്റുകൾക്ക് ഒരു അച്ചീവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ആ അച്ചീവ്മെന്റ് റെപ്രസെന്റേറ്റീവ് ദ മോസ്റ്റ് അഗ്രസീവ് ഫോഴ്സ്, അല്ലെങ്കിൽ ഇന്ത്യൻ
ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യ സമരത്തിനുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾക്ക് മോഡറേറ്റ്സ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ലീഡർഷിപ്പ് ലോവർ ക്ലാസ്സിലും മിഡിൽ ക്ലാസ്സിലും അല്ലെങ്കിൽ അതുപോലെ ഹയർ ക്ലാസ്സിലും അല്ലെങ്കിൽ ഇന്റലിജൻസ് ആയിട്ടുള്ള ആളുകളിലും ഒരുപാട് അവയർനെസ് കൊടുക്കാൻ വേണ്ടി ഈ മോഡറേറ്റ്സുകൾക്ക് സാധിച്ചു. അങ്ങനെ വളരെ വിപുലമായ ഒരു ഡെമോക്രസിയും അല്ലെങ്കിൽ ഒരു കോർഡിനേഷൻ കൊണ്ടുവരാൻ വേണ്ടി മോഡറേറ്റുകൾക്ക് സാധിച്ചു. ഇതിനു മുമ്പ് തന്നെ 1857 നടക്കുമ്പോഴുള്ള അതില് ഒരു കോർഡിനേഷൻ കുറവുണ്ടായി. അത് ഈ ഒരു മോഡറേറ്റ്സിയുടെ ഒരു കോർഡിനേഷനും അതുപോലെ ഒരു സെൻട്രലൈസ്ഡ് രീതിയിലോട്ട് വന്നിട്ടാണ് ഇന്ത്യയിലെ ഒരു സ്വാതന്ത്ര്യ സമരത്തിന് ഒരു തുടക്കം കുറിക്കുന്നത്. മിതവാദികളുടെ നേട്ടങ്ങൾ. ഇന്ത്യൻ രാഷ്ട്രീയ സങ്കല്പത്തെ പരിവർത്തനം ചെയ്യുന്ന അക്കാലത്തെ ഏറ്റവും അക്രമാത്മക ശക്തികളെ അവർ പ്രതിനിധീകരിച്ചു. താഴ്ന്ന മധ്യവർഗ ബുദ്ധിജീവികൾക്കിടയിൽ രാഷ്ട്രീയ അവബോധത്തിന്റെയും നേതൃത്വത്തിന്റെയും ജ്വാല കത്തിക്കാൻ അവർ വിജയിച്ചു. ജനാധിപത്യവും പൗരസ്വാതന്ത്ര്യവും എന്ന ആശയം അവർ പ്രചരിപ്പിച്ചു. അവർ ദേശീയതയുടെ വിത്ത് വിതച്ച് ദേശീയ പ്രസ്ഥാനത്തിന് അടിത്തറയിട്ടു. Conclusion. Hence, we can say that the moderates were acting the safety valve between the mass and the Britishers. But over the time, their Indian blood graduated and their leadership urged them to overthrow British by the institutional method. അല്ല, നമുക്കിതൊരു കൺക്ലൂഷൻ എത്തിക്കഴിഞ്ഞാൽ ഇതൊരു സേഫ്റ്റി വാൽവ് ആയിട്ട് ഈ ഒരു മോഡറേറ്റ് ഫേസ് നമുക്ക് പെട്ടെന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കും. അതുപോലെ ലീഡർഷിപ്പ്, അതുപോലെ തന്നെ ഇന്ത്യ ഒരു സെപ്പറേറ്റ് ഡെമോക്രസിയും അല്ലെങ്കിൽ സെപ്പറേറ്റ് അഡ്മിനിസ്ട്രേഷനുമായിട്ട് വരാൻ വേണ്ടിയുള്ള ഒരു കാരണങ്ങളിൽ പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് മോഡറേറ്റ്സുകളുടെ ഫേസിലാണ്. ഉപസംഹാരം. അതിനാൽ മോഡറേറ്റുകൾ പൊതുജനങ്ങൾക്കും ബ്രിട്ടീഷുകാർക്കുമിടയിൽ സുരക്ഷാ വാൽവ് പോലെയാണ് പ്രവർത്തിച്ചതെന്ന് നമുക്ക് പറയാം. എന്നാൽ കാലക്രമേണ അവരുടെ ഇന്ത്യൻ രക്തം പുനരുജ്ജീവിപ്പിക്കുകയും അവരുടെ നേതൃത്വം ഒരു സ്ഥാപന രീതിയിലൂടെ ബ്രിട്ടീഷുകാരെ അട്ടിമറിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. British Raj was Bengal. He had always first part. That Partition of Bengal. Bengal separated from Partition. Hindus and Muslims boycott British led Aurobindo Ghosh Bengal. Leaders such as Bengal, Tilak, Chidambaram. In the
December 1911, the British bowed down. Viceroy Lord Hardinge announced that Bengal would be reunited. A single Bihar and Odisha was separated. The first partition of Bengal was a failure, but it did sow the seeds of communal hatred. The India Muslim to save nation, Hindus and Muslims. Millions of Muslims cannot be characterized as a minority. We are 70 millions in the northwestern and northeastern zones of India. In 1916, the Muslim League and the Congress agreed on creating separate Hindu and Muslim constituencies in the Bengal province. In December 1930, philosopher, poet, politician Muhammad Iqbal first proposed the idea of a separate state for Muslims, comprising Punjab, Northwest Frontier Province, Sindh and Balochistan, giving birth to the Muslim League's two-nation theory. In 1933, a Cambridge law student, Chaudhry Rahmat Ali, gave this separate state a name, Pakistan. Interestingly, the idea of Pakistan at this point did not include Bengal. Hindu India and Muslim India must be separated because the two nations are entirely distinct and different, and in some matters antagonistic to each other. We want the division of India into Hindustan and Pakistan. But communal tensions rose steadily. August 1946 saw bloody riots in Bengal, from Chittagong to Calcutta to Noakhali. In UP, Bihar, Punjab and Northwestern Frontier Province too, thousands were killed. In April 1947, Muslim League leader Hussain Shahid Suhrawardi promoted his idea of an independent Bengal state that would join neither Pakistan nor India and would not be partitioned either. Most Muslim League leaders opposed Suhrawardi's idea. Ironically, Jinnah supported the plan. While Bengal Congress leaders Sharat Chandra Bose and Kiran Shankar Roy supported Suhrawardi, Nehru, Patel and Shama Prasad Mukherjee rejected the plan. Nothing that we could do seemed to be able to restore sanity in this city. Indeed, I felt that the position was deteriorating rapidly. The hatred that was being engendered was increasing, and I felt that something drastic must be done in order to bring home to the people that Hindus and Muslims must live together and that this was not the way of life. In May 1947, Suhrawardi and Bose announced their United Bengal Agreement, the last attempt by Bengali Muslims and Hindus to avoid a partition of their homeland. On 20 June 1947, the Bengal Legislative Assembly met with three options before it: join India, join Pakistan, or become an independent nation. Three voting sessions could not resolve it. Lord Mountbatten, the last Viceroy of India, rejected the idea of an independent Bengal, and ultimately Bengal's destiny was the fourth option, partition. At the stroke of the midnight hour, when the world sleeps, India will awake to life and freedom. On 15 August, at the stroke of midnight, India achieved Purna Swaraj, ending 200 years of British rule in the subcontinent. Bengal province was once again divided on religious lines. A predominantly Hindu West Bengal remained an Indian state, while a Muslim majority East Bengal became a part of Pakistan. Mahatma Gandhi strongly disapproved the idea of independence at the cost of partition. He chose to stay away from the celebrations in Delhi on 15 August. He spent the day in a Muslim suburb of Calcutta, where all sections of the society, Hindus and Muslims, gathered to hear him.
Gandhi declared the day to be one for mourning, fasting and prayer, appealing for peace. सारा हिंदुस्तान के हिंदू, मुसलमान, ईसाई, पारसी, सिख सब एक बनकर रहे, और एक बनकर रहे तो पीछे हम तो यहाँ बड़े आराम से रह सकते। मुसलमान मान लो, हिंदू मान लो, सिख मान लो, पारसी मान लो, ईसाई मान लो, और सब भूल जाए कि कभी हम दुश्मन थे, कभी हम अलग अलग थे। Freedom came to Bengal at a huge cost. Hindus and Muslims who once fought the British together were now ready to loot, rape and kill each other. Lakhs were killed, crores displaced, becoming refugees overnight. Extremist and partition of Bengal. The extremist and partition of Bengal. The extremist and partition of Bengal. The political orientation of extremists originated within the Congress from the anti-partition Bengal agitation. When the British government refused to announce annual day partition of Bengal in face of mass protest of the people of Bengal, arousing sympathy of the Indian people, that disillustrated many young leaders came to known as the neo-nationality or extremist. The important extremist leaders were Lala Lajpat Rai, Bal Gangadhar Tilak, Bipin Chandra Pal and Arvind Ghosh. They were called extremists because they believed that success could be achieved only through bold means. ഇപ്പം മോഡറേറ്റ് എന്ന് പറയും അടുത്തൊരു ഘട്ടമാണ് എക്സ്ട്രീമിസ്റ്റ്. ഈ എക്സ്ട്രീമിസ്റ്റിന്റെ പ്രധാനമായിട്ടുള്ള ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ ലാലാ ലജ്പത് റോയ്, ബാല ഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, അരവിന്ദ് ഘോഷ്. ഇവര് ആന്റി പാർട്ടീഷൻ ബംഗാൾ അജിറ്റേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു യങ് ലീഡേഴ്സ് ആയിരുന്നു ഈ 4 പേര്. ഇവരെയാണ് എക്സ്ട്രീമിസ്റ്റുകൾ എന്ന് വിളിച്ചിരുന്നത്. ഇവർക്ക് ഇന്ത്യ ഒരു കൃത്യമായിട്ട് എല്ലാ ജനങ്ങളും ഇവിടെ ഉണ്ടാവണം എന്ന രീതിയിലാണ് ഇവര് വർക്ക് ചെയ്തിട്ടുള്ളത് എക്സ്ട്രീമിസ്റ്റ്. അപ്പൊ ഇവര് പറയുന്നത് ഓറിയന്റഡ് വിത്ത് ദ കോൺഗ്രസ് വിത്ത് ആന്റി പാർട്ടീഷൻ ബംഗാൾ അജിറ്റേഷൻ. ഈ ഒരു കാര്യം ബ്രിട്ടീഷ് ഗവൺമെന്റ് അത് പിൻവലിക്കുകയും ഇങ്ങനെ ഒരുപാട് മാസ് പ്രൊട്ടക്റ്റും ഒക്കെ നടന്നിട്ടാണ് ബംഗാൾ വിഭജനം 1905 നടന്നത്. ഇതിന് പൂർണ്ണമായിട്ട് വന്നത് 1947. ഇതില് ബംഗാൾ വിഭജനം നടന്നപ്പോൾ തന്നെ 1947 പാകിസ്ഥാനുമായിട്ട് വിഭജിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ തുടക്കം എന്ന് പറഞ്ഞാൽ 1905. വിഭജന സമയത്ത് തീവ്രവാദികളുടെ രാഷ്ട്രീയ ദിശാബോധം കോൺഗ്രസിനുള്ളിൽ നിന്ന് ഉത്ഭവിച്ചത്. ബംഗാളിലെ ജനങ്ങളുടെ ബഹുജന പ്രതിഷേധത്തെ തുടർന്ന് ബംഗാൾ വിഭജനം വാർഷികം നടത്താൻ ബ്രിട്ടീഷ് സർക്കാർ വിസമ്മതിച്ചപ്പോൾ നിരവധി യുവ നേതാക്കളെ നിരാശരാക്കിയ ഇന്ത്യൻ ജനതയോട് അനുഭവം പ്രകടിപ്പിച്ചു. നവ ദേശീയവാദികൾ അല്ലെങ്കിൽ തീവ്രവാദികൾ എന്നറിയപ്പെട്ടു. ലാലാ ലജ്പത് റോയ്, ബാല ഗംഗാധർ തിലക്, ബിപിൻ ചന്ദ്രപാൽ, അരവിന്ദ് ഘോഷ് എന്നിവരായിരുന്നു പ്രധാന തീവ്രവാദ നേതാക്കൾ. ധീരമായ മാർഗങ്ങളിലൂടെ മാത്രമേ വിജയം കൈവരിക്കാനാവൂ എന്ന് വിശ്വസിച്ചാണ് അവരെ തീവ്രവാദി എന്ന് വിളിച്ചത്. Reason for the rise of extremism. The failure of the moderates to win any notable success other than the expansion of the Legislative Council by the Indian Council Act 1892. The famine and plague of 1896 to 97 was not eye-opening for the exploitative policy for the British, which degraded the economic condition of people. Color discrimination intent in South Africa. The Russo-Japanese War of 1904 to 1905 even play important role in national awakening. അപ്പം എന്തുകൊണ്ടാണ് ഈ എക്സ്ട്രീമിസ്റ്റുകൾ റേസ് ചെയ്ത് വന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ മോഡറേറ്റുകൾ
കൃത്യമായിട്ട് വിജയിക്കാനുള്ള കാര്യങ്ങൾ വന്നില്ല. അതുപോലെ തന്നെ ഇന്ത്യൻ കൗൺസിൽ ആക്ടില് എക്സ്പാൻഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അങ്ങനെ കുറെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ എക്സ്ട്രീമിസം വന്നത്. അതുപോലെ തന്നെ കളർ ഡിസ്ക്രിമിനേഷൻ ഇൻ സൗത്ത് ആഫ്രിക്ക, ഇന്ത്യയിലുള്ള ജനങ്ങളെ സൗത്ത് ആഫ്രിക്കയില് കളറിന്റെ നമ്മുടെ ശരീരത്തിന്റെ കളറിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്ന ഡിസ്ക്രിമിനേഷൻ ഉണ്ടായി. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ എക്സ്ട്രീമിസ്റ്റുകൾ രൂപപ്പെട്ടു വന്നത്. തീവ്രവാദത്തിന്റെ ഉദയത്തിന്റെ കാരണം ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1898 ലെജിസ്ലേറ്റീവ് കൗൺസിലുകളുടെ വിപുലീകരണമല്ലാതെ ശ്രദ്ധേയമായ വിജയം നേടാൻ മോഡറേറ്റ് കഴിഞ്ഞില്ല. 1896-97 ക്ഷാമവും ബാധയും ബ്രിട്ടീഷുകാരുടെ ചൂഷണ നയത്തിന് കണ്ണു തുറന്നില്ല. അത് ജനങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ തകർത്തു. വർണ്ണവിവേചനം ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാർക്കെതിരെ നടന്നു. 1904 മുതൽ 5 വരെ റൂസോ ജാപ്പനീസ് യുദ്ധം ദേശീയ ഉണർവിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. പ്രോമിനന്റ് എക്സ്ട്രീമിസ്റ്റ് ബാൽ ഗംഗാധര തിലക്. He is also called Lokmanya. His weeklies, the written in English and the Kesari written in Hindi, was a revolutionary weapon to attack the rule of British. In 1916, he set up Home Rule League at Pune and given slogan "Swaraj is my birth, right, and I will have it." Lala Lajpat Roy. He is also called the Lion of Punjab. He played an important role in the Swadeshi movement. His famous slogan, "Go Bang Simon." Bipin Chandra Pal. He was a tuned extremist from moderates. He played an important role in the Swadeshi movement. He spread his ideas of the nationalism through the nook of the corner of the Indians by his powerful speeches and writings. Aravinda Ghosh. He was another extremist leader and took active participation in the Swadeshi movement. പ്രധാനമായിട്ടുള്ള എക്സ്ട്രീമിസ്റ്റുകൾ ബാല ഗംഗാധര തിലക്, ലാല ലജ്പത് റോയ്, ബിപിൻ ചന്ദ്രപാൽ, അരവിന്ദ് ഘോഷ്, ഈ 4 പേരാണ്. ഇതില് ബാലഗംഗാധര തിലകിനെ പറയുന്ന പേരാണ് ലോകമാന്യ. അദ്ദേഹത്തിലെ പ്രധാനപ്പെട്ട ഒരു ഇതാണ് കേസരി. അതുപോലെ തന്നെ വീക്ക്ലീസ് ഹിന്ദിയിലാണ്. പിന്നെ അതുപോലെ അതിന് പ്രധാനപ്പെട്ട സ്ലോഗനാണ് സ്വരാജ് ഈസ് മൈ ബർത്ത്, റൈറ്റ് ആൻഡ് ഐ വിൽ ഹാവ് ഇറ്റ്. ലാലാ ലജ്പത് റോയിയുടെ മറ്റൊരു പേരാണ് ലയൺ ഓഫ് പഞ്ചാബ്. ബിപിൻ ചന്ദ്രപാല് പ്രധാനപ്പെട്ട ഒരു എക്സ്ട്രീമിസ്റ്റ് ആയിരുന്നു. മോഡറേറ്റിൽ നിന്ന് വന്ന ഒരു എക്സ്ട്രീമിസ്റ്റ് ആണ് ബിപിൻ ചന്ദ്രപാൽ. ബാൽ ഗംഗാധര തിലക്, അദ്ദേഹത്തെ ലോകമാന്യ എന്ന് വിളിക്കുന്നു. ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ ആക്രമിക്കാനുള്ള വിപ്ലവ ആയുധമായിരുന്നു അദ്ദേഹത്തിന്റെ ആഴ്ചപ്പതിപ്പായ ജയ് ഇംഗ്ലീഷിൽ എഴുതി, കേസരി ഹിന്ദിയിലും എഴുതിയത്. 1916 അദ്ദേഹം പൂനെയിൽ ഹോം റൂൾ ലീഗ് സ്ഥാപിക്കുകയും സ്വരാജ് എന്റെ ജന്മാവകാശമാണ്, എനിക്ക് അത് ലഭിക്കും എന്ന് മുദ്രാവാക്യം നൽകുകയും ചെയ്തു. ലാലാ ലജ്പത് റോയ് അദ്ദേഹത്തിന്റെ പഞ്ചാബിന്റെ സിംഹം എന്ന് വിളിക്കുന്നു. സ്വദേശി പ്രസ്ഥാനത്തിന്റെ അദ്ദേഹം ഒരു പ്രധാന പങ്ക് വഹിച്ചു. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ മുദ്രാവാക്യം സൈമനിലേക്ക് മടങ്ങുക. ബിപിൻ ചന്ദ്രപാൽ മിതവാദികളിൽ നിന്ന് തീവ്രവാദിയിലായി സ്വദേശി പ്രസ്ഥാനത്തിന്റെ അദ്ദേഹം ഏറ്റവും ഒരു പ്രധാന പങ്ക് വഹിച്ചു. ദേശീയതയെക്കുറിച്ചുള്ള തന്റെ ആശയങ്ങൾ ഇന്ത്യയുടെ മുക്കിലും മൂലയിലും തന്റെ ശക്തമായ പ്രസംഗങ്ങളിലൂടെയും രചനകളിലൂടെയും പ്രചരിപ്പിച്ചു. അരവിന്ദ് ഘോഷ് മറ്റൊരു തീവ്രവാദി നേതാവായിരുന്നു. അദ്ദേഹം സ്വദേശി പ്രസ്ഥാനത്തിന്റെ സജീവമായി പങ്കെടുത്തു. Partition of Bengal. It was carried out by the British Viceroy of India, Lord Curzon, in AD 1905. It was partitioned due to the following reason: to break the growing strength of Bengali nationalism, since Bengal was the base of the Indian nationalism; to divide the Hindus and Muslims in Bengal; to show the enormous power of British government enduring whatever it liked. But the partition get vibrant color of the real awakening in freedom struggle, mass movement,
which led to foundation of boycott and Swadeshi movement. പാർട്ടീഷൻ ഓഫ് ബംഗാൾ, ബംഗാൾ വിഭജനത്തിന്റെ നടന്നത് ലോർഡ് കേഴ്സൺ വൈസ്രോയി സമയത്തിന് 1905 അപ്പൊ എന്തുകൊണ്ടാണെന്ന് വെച്ചാല് ബംഗാളികൾ കൂടുതൽ ബംഗാളീസുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ കൂടുതൽ ആൾക്കാർ വരുന്നു, അതുപോലെ തന്നെ ഇന്ത്യയുടെ സ്ട്രെങ്ത് കൂടുന്നു. അതുകൊണ്ടാണ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയാണ് പാർട്ടീഷൻ ബംഗാൾ നടത്തിയത്. അതുപോലെ തന്നെ ഹിന്ദു മുസ്ലിം ഡിവൈഡ് ഉണ്ടാക്കി, അങ്ങനെ പിന്നെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഇന്ത്യയുടെ പവർ കുറയ്ക്കാൻ വേണ്ടിയായിരുന്നു ബംഗാൾ വിഭജനം നടന്നത്. അതെല്ലാം ഒരു ബ്രിട്ടീഷുകാരുടെ ഒരു ചെറിയൊരു തന്ത്രപ്രവാഹ കാര്യമായിരുന്നു ബംഗാൾ വിഭജനം. ആയിരത്തി 1905 ബ്രിട്ടീഷ് വൈസ്രോയി പ്രഭു ഇത് നിർവഹിച്ചു. ഇനി പറയുന്ന കാരണങ്ങൾ ഇത് സൂചിക്കപ്പെട്ടു. ഇന്ത്യൻ ദേശീയതയുടെ അടിത്തറ ബംഗാളിനേക്കാൾ ബംഗാളി ദേശീയതയുടെ വർദ്ധിച്ചു വരുന്ന ശക്തി തകർക്കുക, ബംഗാളിലെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഭിന്നിപ്പിക്കൽ, ഇഷ്ടപ്പെട്ടതെന്തും ചെയ്യുന്നതിന് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അപാരമായ ശക്തി കാണിക്കുന്നതിന് ബഹിഷ്കരണത്തിന്റെയും സ്വദേശി പ്രസ്ഥാനത്തിന്റെയും അടിത്തറ നയിച്ച സ്വാതന്ത്ര്യസമര ബഹുജന പ്രസ്ഥാനത്തിൽ വിഭജനത്തിന്റെ യഥാർത്ഥ ഉറവിനെ കാണിച്ചു.